വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ നീതു നാഗേന്ദ്രൻ ബ്ലോഗ്സിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ ഞങ്ങളുടെ ഇന്നത്തെ ഒരു ചെറിയൊരു വീഡിയോ ആണ് കേട്ടോ. അതായത് ഒരു ഡേ മൈ ലൈഫ് പോലത്തെ ഒരു വീഡിയോ ആണ്. അപ്പോൾ ഇന്ന് കർക്കിടക വാവാണ്. അപ്പോൾ ഞങ്ങൾ ബലിയുടെ അമ്പലത്തിലോട്ട് പോവുകയാണ് കേട്ടോ. അപ്പോൾ ഗൈസ് ഞാനും നീനും കൂടെ അമ്പലത്തിലാണ്ട് ഏകദേശം എത്തിയിട്ടുണ്ട് കേട്ടോ. ഈ മുടുക്കെ പോയ പെട്ടെന്ന് എത്തും. അപ്പോൾ കോവിലിൻ്റെ സൈഡാണ് കേട്ടോ മുടുക്ക്. അപ്പോൾ ഞങ്ങൾ രണ്ടും കൂടെയാണ് പോകുന്നത്. അപ്പോൾ അമ്മ ഒരു ആവശ്യമായിട്ട് അങ്ങ് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനും നീനും കൂടെയാണ് പോകുന്നത് കേട്ടോ. അപ്പോൾ ഞങ്ങളിങ്ങനെ നടന്നു കേട്ടോ. ഇവിടെ ഇങ്ങനെ സ്ലോപ്പ് ചെയ്തിട്ടുള്ള ഒരു വഴിയാണ് കേട്ടോ. നമ്മളിങ്ങനെ ശ്രദ്ധിച്ച് പോയില്ലെങ്കിൽ എവിടെയെങ്കിലും ചിറകി കിടക്കും ഗൈസ്, സീനാവും. അപ്പോൾ അതുകൊണ്ട് ശ്രദ്ധിച്ച് നമ്മൾ പോകണം, സ്റ്റൈലൊന്നും കാണിക്കാതെ പോകണം, അല്ലെങ്കിൽ എവിടെയെങ്കിലും വീണ് കിടക്കും. അപ്പോൾ ഞാൻ നീനും അങ്ങനെ ഇറങ്ങി കണ്ടേ അമ്പലത്തിലെത്തിയിട്ടുണ്ട് കേട്ടോ. അമ്പലത്തിൽ അങ്ങനെ വന്നു ഞങ്ങൾ. അപ്പോൾ വന്നപ്പോൾ നല്ല രീതിയിൽ തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ ഓടിപ്പോയി ഒരു കിണ്ടിയിൽ വെള്ളമൊക്കെ എടുത്തിട്ട് വന്ന് വരിക്ക് നിൽക്കുകയാണ്. ഇനി ബലിയിടാനും കയറണം കേട്ടോ ഇതിനകത്തോട്ട്. അപ്പോൾ ഞാനും നീനും കൂടെ ഇതാണ് കേട്ടോ ഞങ്ങളുടെ തിരുവല്ലത്തുള്ള പാലത്തിൻ്റെ അടുത്തുള്ള കടവ് കേട്ടോ. തിരുവല്ലം പാലത്തിൻ്റെ സൈഡിലുള്ള കടവാണ്. അപ്പോൾ ഇവിടെയാണ് ബലിക്കടവ് എന്നറിയപ്പെടുന്നത് കേട്ടോ. അപ്പോൾ ഞങ്ങൾ കടവിൽ വന്ന് ഈ പൂവ് വില ഇരിക്കുന്നത് ഒഴുക്കിക്കളയണം കേട്ടോ. അപ്പോൾ നമ്മളിങ്ങനെ നിന്നിട്ട് ഒഴുക്കിക്കളഞ്ഞിട്ട് ആണ് വരാനുള്ളത്. പണ്ടൊക്കെ ആണെങ്കിൽ നമ്മുടെ ഈ ആറ്റിലൊക്കെ എല്ലാവരും വെള്ളമൊക്കെ എടുത്ത് തലയിലൊക്കെ കുടയുമായിരുന്നു കേട്ടോ. ഇപ്പം വെള്ളം അധികം അത്ര കൊള്ളാത്തതുകൊണ്ട് ഇവിടെ പൈപ്പും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ എൻ്റെ ഒരു സബ്സ്ക്രൈബർ ഇവിടെ വെച്ച് കണ്ടു. അപ്പോൾ അങ്ങനെ ഞാൻ സംസാരിച്ച് അങ്ങനെ ഞാൻ കുറച്ച് വെള്ളം എടുത്ത് തലയിൽ കുടഞ്ഞു. അങ്ങനെ നടയിലൊക്കെ പോയി പ്രാർത്ഥിച്ചിട്ട് വന്ന് ഞാനും നീനും കുറച്ചിട്ട് അവിടെ ഇരുന്നു അമ്പലത്തിൽ തന്നെ. അങ്ങനെ ഞാനും നീനും കൂടെ അമ്പലത്തിൽ നിന്ന് ഇറങ്ങി നേരെ പോയത്, അതായത് ക്ഷേത്രത്തിൻ്റെ ഫ്രണ്ടിൽ തന്നെ ആയിട്ട് പൂക്കൾ വിൽക്കുന്ന കേട്ടോ, അതായത് റോസാപ്പൂക്കൾ വിൽക്കുന്ന ഒരു കടയുണ്ടായിരുന്നു കേട്ടോ. നിറച്ചും പൂക്കളായിരുന്നു. ഞങ്ങൾ ഇന്നലെ രാത്രി ബേ ടിക്കറ്റ് എടുക്കാൻ വന്നപ്പോൾ മേടിച്ചായിരുന്നു. ഇപ്പോൾ കുറച്ചുകൂടെ അധികം മേടിച്ചു കേട്ടോ. അപ്പോൾ ഗൈസ്, ഇപ്പം ഞങ്ങളുടെ വീട്ടിൻ്റെ അടുത്ത് നിന്ന് ഒരുപാട് ദൂരമൊന്നും ഇല്ല കേട്ടോ പരശുരാമ ക്ഷേത്രം. ഒരു 5 മിനിറ്റിനകത്ത്, അതായത് വീട്ടിൽ നിന്ന് അമ്പലത്തിലോട്ട് പോകേണ്ട ദൂരം മാത്രമേ ഉള്ളൂ. അപ്പോൾ ഈ കാണുന്നതാണ് കേട്ടോ ഞങ്ങളുടെ തിരുവല്ലം ജംഗ്ഷനിലെ ബസ് സ്റ്റോപ്പൊക്കെ. ബസ്സുകളൊക്കെ ഒതുക്കിയിട്ടേക്കാണ് കേട്ടോ. ഇതാണ് കോവിലിൻ്റെ പരിസരമൊക്കെ കേട്ടോ. അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം. അപ്പോൾ ഗൈസ്, ഞങ്ങൾ രാവിലെ തന്നെ ഫുഡും കാര്യങ്ങളൊക്കെ ഏകദേശം വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവിയൽ വെച്ചിട്ടുണ്ടായിരുന്നു, പിന്നെ അതുപോലെ കിച്ചടി വെച്ചിട്ടുണ്ടായിരുന്നു. ഇത് ഒഴിക്കാൻ, ഞങ്ങളുടെ തിരുവനന്തപുരത്ത് ഒഴിക്കാൻ എന്നാണ് പറയുന്നത് കേട്ടോ, തൈരൊക്കെ വെച്ചിട്ടുള്ളത്. പിന്നെ സലാഡ് ഉണ്ടായിരുന്നു, പിന്നെ തൈര് മുളക് പൊരിച്ചതുണ്ടായിരുന്നു ഗൈസ്. പിന്നെ മാങ്ങ നാരങ്ങ എല്ലാം പാക്കറ്റാണ് കേട്ടോ. പപ്പടം കെട്ടി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇത് സമയമില്ലാത്തതുകൊണ്ട് അത് മാറ്റിയൊന്നും വെച്ചില്ലായിരുന്നു. ഒരു പുതിയ കവറിലാണ് കേട്ടോ വെച്ചിട്ടുള്ളത്. പിന്നെ സാമ്പാർ വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ എൻ്റെ ഫേവറേറ്റ് കഞ്ഞിവെള്ളം, ചോറ്. അപ്പോൾ ഇത്രയാണ് കേട്ടോ ഗൈസ് വെച്ചിട്ടുള്ളത്. പിന്നെ വെണ്ടയ്ക്ക മെഴുക്കുരട്ടി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത്രയാണ് കേട്ടോ ഞങ്ങൾ വെച്ചിട്ടുണ്ടായിരുന്നത്. രാവിലെ തന്നെ ഞങ്ങൾ ഏകദേശം ജോലി ഒതുക്കിയിട്ടാണ് അമ്പലത്തിലൊക്കെ പോയത് കേട്ടോ. രാവിലെ തന്നെ ഏകദേശം പണികളൊക്കെ തീർത്തിട്ടാണ് കേട്ടോ ഞങ്ങൾ അമ്പലത്തിലൊക്കെ പോയി ബലിയിടാൻ പോയത്. അപ്പോൾ ഉച്ചയ്ക്ക് വന്നിട്ട് തന്നെ നമ്മുടെ സങ്കല്പത്തിൽ നമ്മുടെ പിതൃക്കൾക്കൊക്കെ ഫുഡെല്ലാം വെച്ചു. അതിന് ശേഷമാണ്, പിന്നെ വൈകുന്നേരമാണ് കേട്ടോ ഞങ്ങൾ കഴിക്കുന്നത്. അപ്പോൾ അതിന് ശേഷം നീന് കഴിച്ചിട്ട് കടയിൽ പോയായിരുന്നു. അപ്പോൾ പിന്നെ അമ്മയും വന്നതിന് ശേഷം ഞാനും അമ്മയും കൂടെ ഒരുമിച്ചാണ് കേട്ടോ ഇരുന്ന് കഴിക്കുന്നത്. അപ്പോൾ ചോറ്, സാമ്പാർ, ഒഴിക്കാൻ, പിന്നെ തൈര് മുളക്, പിന്നെ കിച്ചടി, തൈര് മുളക് പൊരിച്ചത് കേട്ടോ, പിന്നെ സലാഡ് അമ്മ എല്ലാം കൂടെ കേട്ടോ. അപ്പം ഞങ്ങൾ രണ്ടുപേരും മാത്രമായിട്ട് ഇങ്ങനെ കഴിക്കുന്നതുകൊണ്ടാണ് കേട്ടോ ഇങ്ങനെ നമ്മൾ സാധാരണ കഴിക്കുന്ന ഇതിൽ ചെറിയൊരു പ്ലേറ്റിൽ എടുത്തിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ എല്ലാം കൂടെ കൂട്ടി ഒരു പിടി പിടിക്കണം ഗൈസ്. ഇത് വെണ്ടയ്ക്ക മെഴുക്കുവരട്ടിയാണ് കേട്ടോ. അമ്മ നാരങ്ങ അച്ചാർ മാങ്ങാച്ചാറൊന്നും എടുത്തിട്ടില്ല കേട്ടോ. അപ്പോൾ അങ്ങനെ ഞാൻ നല്ല രീതിയിൽ ഫുഡൊക്കെ ആസ്വദിച്ച് കഴിക്കാൻ കേട്ടോ. എനിക്ക് ഇന്നത്തെ കറികളെല്ലാം ഇഷ്ടപ്പെട്ടു ഗൈസ്. അപ്പോൾ നമ്മൾ എന്നും കറികൾ ഇങ്ങനെ വെക്കില്ലെങ്കിൽ പോലും അത്യാവശ്യം കറികളൊക്കെ ഞങ്ങൾ വീട്ടിൽ വെക്കാറുണ്ട്. അപ്പോൾ ഇന്നത്തെ കറി എന്ന് പറഞ്ഞാൽ നമുക്ക് കല്യാണ വീട്ടിലൊക്കെ പോകുമ്പോൾ ഒരു സദ്യ വെക്കില്ല, അതുപോലെയൊക്കെ ഏകദേശം കറികളൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാം. അപ്പം നിങ്ങളും വീട്ടിൽ ഇതുപോലെയൊക്കെ സദ്യയൊക്കെ വെച്ച് കഴിച്ചിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാം നമ്മുടെ സങ്കല്പത്തിൽ പിതൃക്കൾക്കൊക്കെ എല്ലാം ഫുഡൊക്കെ വെച്ചു. അതിനൊക്കെ ശേഷമാണ് ഞങ്ങളെടുത്ത് ഫുഡൊക്കെ കഴിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇനി വൈകുന്നേരം പായസം ഉണ്ടാക്കണം. അപ്പോൾ എല്ലാം കൂടെ ഒരുമിച്ച് കഴിക്കാൻ പറ്റാത്തതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ വൈകുന്നേരം സാവധാനത്തിൽ പായസം ഉണ്ടാക്കാമെന്ന് വിചാരിക്കുകയാണ് കേട്ടോ. സേമിയ പായസമാണ് ഉണ്ടാക്കാൻ പോകുന്നത്.
അപ്പോൾ നീനു ഫുഡെല്ലാം കഴിച്ചിട്ട് തന്നെയാണ് പോയത് കേട്ടോ. അപ്പോൾ ഇനി വൈകുന്നേരം പായസം ഉണ്ടാക്കിയിട്ട് അമ്മ കടയിൽ കൊണ്ടുപോയി കൊടുക്കും കേട്ടോ. അവൾക്ക് കൂടുതൽ വീഡിയോസിലൊന്നും പറഞ്ഞാൽ അങ്ങനെ അധികം താല്പര്യമുള്ള ആളൊന്നും അല്ല. ഞാൻ ഇങ്ങനെ നിർബന്ധിച്ചൊക്കെയാണ് കൊണ്ടുവരാറ്. അപ്പോൾ ഞാനും അമ്മയും കൂടെ ആയിട്ട് സെമി പായസമൊക്കെ വെച്ചായിരുന്നു കേട്ടോ. ഏകദേശം ഒരു 7 മണിക്ക് ശേഷമാണ് കേട്ടോ സെമി പായസമൊക്കെ വെച്ചത്. അപ്പോൾ ഇനി അമ്മയെ എന്തൊക്കെയോ കോമഡിയൊക്കെ പറഞ്ഞ് ചിരിപ്പിക്കുകയാണ് കേട്ടോ. അപ്പോൾ അമ്മ അത് കുടിക്കാൻ ഭയങ്കരമായിട്ട് പാട് പറഞ്ഞു ഗൈസ്. അതായത് പായസം നല്ല രീതിയിൽ ചൂടുമുണ്ട്. അപ്പം അതിൻ്റെ ഇടയ്ക്ക് എൻ്റെ ഈ ചളിയൊക്കെ കേട്ട അമ്മയ്ക്ക് ഇങ്ങനെ ചിരി വന്നിട്ട് വയ്യായിരുന്നു കേട്ടോ. എന്നാലും എൻ്റെ വീഡിയോയ്ക്ക് കുറച്ച് പോസ്റ്റൊക്കെ അമ്മ തന്നിട്ടുണ്ട്. ഇങ്ങനെ പറയുന്നത് നല്ല മധുരമാണല്ലേ. ഇതിലേക്കുള്ള അമ്മ കടയിൽ പോകുമ്പോൾ കൊണ്ടുപോകും കേട്ടോ. ആവി ഇറക്കണുണ്ടോ. കൊള്ളാം. അപ്പോൾ ഗൈസ് എല്ലാവർക്കും ഇന്നത്തെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയിലൂടെ കാണാം.